എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമുക്ക് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് വരാം. അതിൻ്റെ 1 മുതൽ 3 വരെ നമുക്കൊന്ന് വായിക്കാം. 1 മുതൽ 3 വരെയുള്ള വാക്യം. മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയതെന്തെന്നാൽ, ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും, അവൻ മഹോന്നതൻ, കുതിരയെയും അതിന്മേലിരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. എൻ്റെ ബലവും എൻ്റെ ഗീതവും യഹോവയത്രേ, അവൻ എനിക്ക് രക്ഷയായി തീർന്നു. അവൻ എൻ്റെ ദൈവം, ഞാൻ അവനെ സ്തുതിക്കും. അവൻ എൻ്റെ പിതാവിൻ ദൈവം, ഞാൻ അവനെ പുകഴ്ത്തും. യഹോവ യുദ്ധവീരൻ, യഹോവ എന്ന് അവൻ്റെ നാമം. പഴയ നിയമത്തിലെ ഏത് പുസ്തകം വായിച്ചാലും അതിൽ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ നമുക്ക് ഇടയായിത്തീരണം. വേദപുസ്തകത്തിലെ എല്ലാ പേജുകളിലും യേശു ക്രിസ്തു ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ ക്രിസ്തുവിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. അപ്പോൾ പഴയ നിയമം വായിക്കുമ്പോഴെല്ലാം നമ്മൾ കർത്താവായ യേശുവിനെ, ക്രിസ്തുവിനെ കാണണം എന്ന് പറയുക. പുറപ്പാട് പുസ്തകം നിങ്ങളുടെ ഓർമ്മയിൽ പഠനത്തിന് സഹായകരമായ നിലയിൽ ഒരു വാക്ക് ഞാൻ തരാം, ഓർത്തിരിക്കാൻ. പുസ്തകം തുറക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, പുറപ്പാട് പുസ്തകം ഒരു യാത്രയുടെ പുസ്തകമാണ്. അത് നിങ്ങളുടെ അത്രയും മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. പുറപ്പാട് പുസ്തകം ഒരു യാത്രാ വിവരണമാണ്. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന്, ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം വിടുവിച്ച് അവർക്ക് തടസ്സമായിരുന്ന ചെങ്കടലിനെ വിഭജിച്ച് കർത്താവ് ഇക്കരെ കടത്തി അവരെ മരുഭൂമിയിലൂടെ 40 വർഷം നടത്തി അവരെ കനാനിൽ പ്രവേശിക്കുന്ന ചരിത്രമാണ് പുറപ്പാട് പുസ്തകം. ദൈവം അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളാണ് പുറപ്പാട് പുസ്തകത്തിൽ കാണുവാൻ കഴിയും. 10 ബാധകളെ അയക്കുന്നു, കടിഞ്ഞൂലുകളെ സംഹരിക്കുന്നു. അവിടെയെല്ലാം ഇസ്രായേൽ ജനത്തിൻ്റെ കടിഞ്ഞൂലുകളെ ദൈവം സംരക്ഷിക്കുന്നു. അവർക്ക് കടക്കാൻ കഴിയാതിരുന്ന ചെങ്കടലിനെ അവർക്ക് വേണ്ടി 2ആയി വിഭജിച്ച് ആ ചെങ്കടലിനെ ഉണങ്ങിയ നിലമാക്കി അതിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തെ 20 ലക്ഷം ആളുകളെ അക്കരെ കടത്തി അവരെ മരുഭൂമിയിൽ ഓരോ ദിവസവും ദൈവത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് പകൽ മേഘസ്തംഭം അവർക്ക് വഴി കാണിക്കും, രാത്രി അഗ്നിത്തൂണ്. മേഘം നീങ്ങുമ്പോൾ അവർ നീങ്ങും, മേഘം നിൽക്കുമ്പോൾ അവർ കൂടാരമടിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ, ദൈവത്തിൻ്റെ ഡയറക്ഷനിൽ യാത്ര ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ ചരിത്രമാണ് പുറപ്പാട് പുസ്തകം. എപ്പോഴും വായിക്കുമ്പം ഇത് ഓർത്താൽ മതി, ഒരു യാത്രയുടെ പുസ്തകമാണ് പുറപ്പാട്. നമ്മളിവിടെ വായിച്ച 15-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടു, ഈ ചെങ്കടൽ കടന്ന് അക്കരെ കയറിയ ജനം ദൈവത്തെ സ്തുതിക്കുന്നതാണ് നമ്മൾ വായിച്ചത്. അവർ ദൈവത്തെ സ്തുതിക്കുക. അവർ പറയുക, ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും. അതിന്റെ കാരണം പറയുക, കുതിരയെയും അതിന്മേലിരുന്നവനെയും അവൻ ചെങ്കടലിൽ തള്ളിയിട്ടു, ഫറവോനെയും സൈന്യത്തെയും കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു എന്ന് പറയുക. അപ്പൊ പറയുകയാണ്, യഹോവ ഞങ്ങളുടെ രാജാവാണ്, ഞങ്ങളുടെ രക്ഷയാണ്, അവനെ ഞാൻ എന്നും സ്തുതിക്കും, അവന് എന്റെ വീണ്ടെടുപ്പുകാരനും മഹാരാജാവുമാണെന്ന് അവർ പറയുക. അപ്പോൾ ഏതാണ്ട് ഈ പുസ്തകത്തിന്റെ 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ അവർ ദൈവത്തെ സ്തുതിക്കുക. കാരണം ചെങ്കടലിൽ നിന്ന് വിടുവിക്കപ്പെട്ടതിന്റെ ആഹ്ലാദമാണ്, ചെങ്കടലിൽ നിന്ന് വിടുവിക്കപ്പെട്ടതിന്റെ നന്ദി സൂചകമായി അവർ ദൈവത്തെ സ്തുതിക്കുന്നതാണ് 1 മുതൽ 21 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തെ സ്തുതിക്കുക 1-ാം ഭാഗം അതാ. 2-ാമത്തെ ഭാഗം എന്താണെന്നറിയാമോ? ഈ സ്തുതിയുടെ വിപരീതമാണ് പരാതി പറയുന്നത്. സ്തുതിയുടെ വിപരീതം പരാതിയാണ്. അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ തന്നെ 2-ാം ഭാഗം അവിടെ എന്താണ് അവിടെ കാണുന്നതെന്ന് ചോദിച്ചാൽ, പരാതി പറയുന്ന ഒരു ജനം. 1-ാം ഭാഗത്ത് ദൈവത്തെ സ്തുതിക്കുകയാണെങ്കിൽ 2-ാം ഭാഗത്ത് 15-ാം അധ്യായത്തിൽ അവർ പരാതി പറയുക. ഇത് മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു പ്രത്യേകതയാണ്. അവന് ദൈവം അവന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യുമ്പോൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ചെയ്യുന്നതായ സമയത്ത് ദൈവത്തെ സ്തുതിക്കുകയും, നമ്മുടെ ജീവിതത്തിൽ അതിന് വിപരീതമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പരാതി പറയുകയും ചെയ്യുന്ന ഒരു രീതി, അത് മനുഷ്യ സഹജമാണ് എന്ന് ഈ വേദപുസ്തകം നമ്മളെ വളരെ മനോഹരമായിട്ട് ഇതിൻ്റെ അവതരണം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതിൻ്റെ 15-ാം അധ്യായം അങ്ങനെ 2 ഭാഗമായിട്ട് തിരിക്കുവാനായിട്ട് നമുക്ക് കഴിയും. 1 പരാതി, 2 ഒന്ന് സ്തുതി, 2 പരാതി. ഇനി അതിൻ്റെ 22, 23, 24 ഒന്ന് വായിച്ചേ.
അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അവർ ശൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറായിൽ എത്തിയാറെ മാറായിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം, ഞങ്ങൾ എന്തു കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. നിങ്ങൾ നോക്കൂ ഇതിന്റെ പശ്ചാത്തലം. ഇവർ യാത്ര ചെയ്യുന്നതായ സമയത്ത് ഇതിന്റെ പശ്ചാത്തലം, ചെങ്കടൽ കടന്ന ജനം അവർ മരുഭൂമിയിൽ ചെന്നു. ആ സ്ഥലത്തിന്റെ പേരെന്താ? 3 ദിവസം അവർ മരുഭൂമിയിൽ വെള്ളമില്ലാതെ സഞ്ചരിച്ചു. 3 ദിവസം. എത്ര ദിവസം വെള്ളമില്ലാതിരുന്ന? 3 ദിവസം. ഓർത്ത് നോക്കിയപ്പോൾ 20 ലക്ഷം ആളുകളുണ്ട്, അവരുടെ മൃഗങ്ങളുണ്ട്. 20 ലക്ഷം ആളുകൾക്ക് അവരുടെ മൃഗങ്ങൾക്കും വെള്ളം കുടിക്കണേ എത്ര 1000 ലിറ്റർ വെള്ളം വേണം, എത്ര കുമിക്കടി വെള്ളം വേണമെന്നും ഹനയടി വെള്ളം വേണം. ഒരു ഡാം തുറന്നു വിട്ടാലേ പറ്റുള്ളൂ, അല്ലേ? 20 ലക്ഷം ആളുകളും അവരുടെ മൃഗങ്ങളും. 3 ദിവസം അവർ വെള്ളമില്ലാതെ അവർ അലഞ്ഞു. അതിന്റെ 23-ാം വാക്യത്തിൽ അവർ വെള്ളമുള്ള ഒരു സ്ഥലം കണ്ടെത്തി. ആ സ്ഥലത്തിന്റെ പേര് ഓർത്തിരിക്കണം. ആ സ്ഥലത്തിന്റെ പേരെന്താ? മാറ. അവിടെ വെള്ളമുള്ള സ്ഥലമാ, വെള്ളം കണ്ടെത്തി. പക്ഷേ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ള വെള്ളമായിരുന്നു. അപ്പോൾ ജനം, ഞങ്ങൾ എന്തു കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. അപ്പറേ നമ്മൾ കണ്ടത് എന്താ? ചെങ്കടൽ കടന്ന ജനം എന്ത് ചെയ്തു? യഹോവയെ സ്തുതിച്ചു. ഒരു വിടുതൽ കണ്ടപ്പോൾ അവർ ആഹ്ലാദിച്ചു. ദൈവം കൊടുത്ത നന്മകൾ കണ്ടപ്പോൾ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. യഹോവ ഞങ്ങളുടെ രാജാവാണെന്ന് പറഞ്ഞു, ഞങ്ങളുടെ രക്ഷകനാ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനാണെന്ന് പറഞ്ഞ് അവർ ദൈവത്തിന് ആഹ്ലാദ നൃത്തം ചെയ്തു, തപ്പുകൊട്ടി. ഇവിടെയോ ജനം പെട്ടെന്ന് മാറുക. അതിന്റെ 2-ാം ഭാഗത്ത് എന്താണ്? അവർക്ക് കുടിപ്പാൻ വെള്ളമില്ല അത് വന്നു. ആ കുടിപ്പാൻ കണ്ടെത്തിയ മാറായിൽ കണ്ട വെള്ളത്തിന് കയ്പാണെന്ന് കണ്ടപ്പോൾ അവർ ജനം മോശയുടെ നേരെ പിറുപിറുത്തു. മനുഷ്യസഹജമായ കാര്യം അല്ലെ? പിറുപിറുത്തു. എന്താ ഈ പിറുപിറുപ്പ്? ഈ ഓരോ പിറുപിറുപ്പും ദൈവത്തിനെതിരാണ്. നമ്മൾ മനുഷ്യന്റെ ഓരോ പിറുപിറുപ്പും ഓരോ മുറുപിറുപ്പും മോശയോടല്ല, അത് ദൈവത്തിനെതിരായിട്ടാണ് ദൈവം കണക്കിടുന്നത്. അതുകൊണ്ടാണ് പല കുടുംബങ്ങളും അക്കരെ എത്താൻ കഴിയാതെ പോയത്. അതുകൊണ്ടാണ് പല വ്യക്തികൾക്കും കനാനിൽ പ്രവേശിക്കാൻ കഴിയാതെ പോയത്. അവർ നേതൃത്വത്തോട് മുറുമുറുത്തപ്പോഴെല്ലാം അത് ദൈവത്തോടാണ് അവർ മുറുമുറുത്തത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 25-ാം വാക്യം വായിച്ച്. 25. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവന് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. നിങ്ങൾ കണ്ടോ? ഇവിടെ വെള്ളമില്ലാതെ ജനം മോശയുടെ നേരെ പിറുപിറുത്തു. അപ്പോൾ മോശ യഹോവയുടെ അടുക്കൽ ചെന്ന് നിലവിളിച്ചു. എന്താ വിഷയം? മാറായിൽ വെള്ളമുണ്ട്, പക്ഷെ കുടിപ്പാൻ കഴിയുന്നില്ല, കയ്പാണ്. ദൈവം മോശയോട് പറഞ്ഞു, മോശെ നീ ഭയപ്പെടേണ്ട, നീ കണ്ണു തുറന്ന് നോക്ക്, അതിനടുത്തൊരു വൃക്ഷം നിൽക്കുന്നത് കണ്ടോ? ആ വൃക്ഷത്തെ നോക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ആ വൃക്ഷത്തെ വായിച്ച മക്കളെ എന്താ പറഞ്ഞേ? മോശ എന്ത് ചെയ്തു? വെള്ളം എന്തായി തീർന്നു? ആ വൃക്ഷത്തെ നോക്കാൻ പറഞ്ഞു. വൃക്ഷം കാണിച്ചു. അവൻ ആ വൃക്ഷത്തിന്റെ കൊമ്പ് വൃക്ഷം തടി വെട്ടിയിട്ടപ്പോൾ വെള്ളം മധുരമായി, കയ്പുള്ള മാറ മധുരമായി തീർന്നു. ഇതിന് 2 നിലയിലുള്ള അർത്ഥമുണ്ട്. 2 നിലയിലുള്ള അർത്ഥം. ഒന്ന് ഭൗതിക അർത്ഥമാണ്, 2 ആത്മീക അർത്ഥമാണ്. ഒന്ന് ഭൗതികമായ അർത്ഥം. ഇസ്രായേൽ ജനത്തെ ദൈവമാണ് മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചത്. അവർക്ക് വേണ്ടി ചെങ്കടൽ വിഭജിച്ചത് ദൈവമാണ്. അവരുടെ യാത്രയുടെ പ്ലാൻ മുൻകൂട്ടി ദൈവമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ജനം 20 ലക്ഷം ആളുകളും അവരുടെ മൃഗസമ്പത്തും എല്ലാം ഒരുമിച്ച് ഈ മരുഭൂമിയിൽ വരുമെന്നും അവർക്ക് 3 ദിവസം വെള്ളം കിട്ടാതെ വരുമെന്നും ദൈവം മുന്നമേ അറിഞ്ഞു. അവർ കണ്ടെത്തുന്ന വെള്ളം അത് കയ്പായിരിക്കും, അവർക്ക് കുടിപ്പാൻ കഴിയുകയില്ല എന്നും ദൈവം ഇങ്ങനെ ഒരു പരീക്ഷ അവർക്ക് വരുമെന്നുള്ള കാര്യം ദൈവം നേരത്തെ കണ്ടു. ആ വൃക്ഷം, അവിടെ വൃക്ഷം എന്നാണോ പറഞ്ഞ, ചെടി എന്നാണോ പറഞ്ഞേ? വൃക്ഷം എന്ന് പറഞ്ഞാൽ ഒരു 30-40 വർഷം മുൻപ് അത് തൈ നട്ടതാണ് ആ വൃക്ഷം.
അപ്പൊ ഈ ജനം വരുന്നതിന് മുൻപേ ദൈവം ഈ സന്ദർഭത്തിനുള്ള പരിഹാരവും അവിടെ നട്ടുവച്ചിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികള്, പരീക്ഷകൾക്ക് അതിനോടുകൂടെ പോക്കുവഴിയും ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ മോശയോട് എന്നാ പറഞ്ഞേ? നീ എന്തിനെ നോക്കാനാ പറഞ്ഞേ? നീ വൃക്ഷത്തെ നോക്കാം. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ വരുമ്പോൾ ഓർത്തോളം നമ്മൾ പരാതി പറയുകയോ പിറുവിറുക്കുകയല്ല ചെയ്യണ്ടേ. കണ്ണു തുറന്ന് വൃക്ഷത്തെ നോക്കുവാനിടയാകണം. കാരണം പരീക്ഷയോടുകൂടി കർത്താവ് പോക്കുവഴിയും ഒരുക്കിയിട്ടു. അവിടെ തളർന്നു പോകരുത്. ദൈവത്തിൻ്റെ പ്ലാനായത്. ഇപ്പോൾ ഒരു പരീക്ഷയിലൂടെയല്ലേ കടന്നു പോകുന്നത്. ദൈവത്തിൻ്റെ പ്ലാനാണ്. ഈ പരീക്ഷയുടെ നടുവിൽ അതിനുള്ള പോക്കുവഴി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ പരീക്ഷയിലൂടെ തൻ്റെ മക്കൾ കടന്നു പോകുമെന്ന് കർത്താവിന് അറിയാമായിരുന്നു. ആണ് അതിൻ്റെ ഭൗതികമായ അർത്ഥം. ഇതിൻ്റെ ആത്മീക അർത്ഥം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഞാൻ അതാണ് നിങ്ങളെ കൂടുതൽ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ ആത്മീക അർത്ഥം എന്താണെന്നറിയാമോ? അത് മോശ യഹോവയോട് നിലവിളിച്ചു. വെള്ളം കുടിപ്പാൻ കഴിയുന്നില്ല. ദൈവം എന്ന് പറഞ്ഞു. അവന് ദൈവം ഒരു മരത്തെ കാണിച്ചു കൊടുത്തു. ദൈവം ഒരു മരത്തെ കാണിച്ചു കൊടുത്തു. ദൈവം എന്തിനെ കാണിച്ചു കൊടുത്തു? ഒരു മരത്തെ കാണിച്ചു കൊടുത്തു. മോശയോട് പറയുക, നീ ആ മരത്തെ നോക്കാൻ പറയുക. നീ ആ മരത്തെ നോക്ക്. 2000 വർഷം മുൻപ് ദൈവം ഒരു മരം നാട്ടി കാൽവരിയിലെ മലയിൽ. ആ മരത്തിന്റെ പേരാണ് കുരിശുമരം. എന്താ? കുരിശുമരം. നിന്റെ ജീവിതത്തിലെ ക്ലേശം വരുമ്പോൾ, നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടുമ്പോൾ നീ ആ കുരിശുമരത്തെ നോക്കണം. മോശയോട് പറയാ, നീ ആ വൃക്ഷത്തെ നോക്ക്. നമ്മുടെ ജീവിതത്തില് പ്രതിസന്ധി വരുമ്പോൾ നീ ക്രിസ്തുവിനെ, കുരിശിൽ കിടക്കുന്ന യേശുവിനെ നോക്കണം എന്നാണ് അതിന്റെ അർത്ഥം. നീ കുരിശിനെ നോക്കണം. എന്നിട്ട് എന്താ പറഞ്ഞ മക്കളെ? ഈ വൃക്ഷത്തിന്റെ തടി മുറിച്ച് എന്ത് ചെയ്യാൻ പറഞ്ഞു? ഈ കമ്പ് മുറിച്ച് വെള്ളത്തില് ഇടാൻ പറഞ്ഞു. അവിടെ നിന്നാ പോരാ. നീ ആദ്യം കുരിശിനെ നോക്കണം, യേശുവിനെ നോക്കണം. നോക്കിയിട്ട് പറയുകയാണ്, നിന്റെ ജീവിതത്തിലെ ആ പരിഹരിക്കാത്ത പ്രശ്നമുണ്ടല്ലോ, നിന്റെ ജീവിതത്തിലെ ആ ക്ലേശമുണ്ടല്ലോ, കയ്പായിരിക്കുന്ന, അതിനെ ഇപ്പോൾ കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുന്ന ആ കയ്പായിരിക്കുന്ന ആ ക്ലേശത്തിലെ ആ പ്രശ്നത്തിലേക്ക്, ക്ലേശത്തിന്റെ നടുവിലേക്ക് നീ മരമെടുത്ത് നാട്ടണം. മനസ്സിലാവും? കർത്താവ് പറഞ്ഞ ആത്മീയാർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയുടെ നടുവിലേക്ക്, ക്ലേശത്തിന്റെ നടുവിലേക്ക് ഈ കുരിശുമരം യേശുവിനെ എടുത്ത് നീ അതിന്റെ നടുവിൽ നാട്ടണമെന്ന്. അപ്പോൾ നിനക്ക് സൗഖ്യമുണ്ടാകും. ഈ വെള്ളം കുടിക്കാൻ കഴിയും. എന്താ ഇവിടെ സംഭവിച്ചേ? മരം വെട്ടിയിട്ടപ്പോൾ മാറായിലെ വെള്ളം മധുരമായി തീർന്നു. ഇത് തന്നെയല്ലേ പുതിയ നിയമത്തിൽ എബ്രായ ലേഖനകാരൻ പറഞ്ഞത്? ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്, ആരാണ്? അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ഹാനോക്ക്, നോഹ. അവിടെ പറയുക, അനേക പഴയ നിയമ ഭക്തന്മാരെ എല്ലാം പറഞ്ഞിട്ട് അവരെ അല്ല നോക്കേണ്ടത്. എന്നിട്ട് പറയുക, ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും, മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ, നിന്റെ ജീവിതത്തിലെ ഭാരമുണ്ടാകുമ്പോൾ അതിന്റെ നടുവിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ, കുരിശ്, ഈ മരമെടുത്ത് നാട്ടണമെന്ന്. നിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ അത് മരം നാട്ടണം, കുരിശുമരം. മനസ്സിലായോ എൻ്റെ ആത്മീയാർത്ഥം? ഒരു പ്രൈസറോട് പറഞ്ഞേ. എൻ്റെ സ്പിരിച്വൽ മീനിങ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഞാൻ ആ പോർഷനിൽ സംസാരിക്കുന്നുണ്ട്, അല്ലേ? അതാണ് നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങളുടെ നടുവിൽ, നമ്മുടെ ജീവിതത്തിലെ നമുക്ക് മറികടക്കാൻ, ഓവർകം ചെയ്യാൻ കഴിയാത്ത പ്രതിസന്ധിയുടെ നടുവിലേക്ക് ആ മരമെടുത്ത് നാട്ടണം, ക്രിസ്തുവിനെ എടുത്ത് നാട്ടണം. കയ്പുള്ള നിന്റെ ജീവിതം മധുരമാകുമെന്ന് കർത്താവ് പറയുക. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഈ യാത്ര പിന്നെയും മുമ്പോട്ട് പോവുക. അപ്പോൾ ഒന്ന് അവർ ദൈവത്തെ സ്തുതിച്ചു ചെങ്കടൽ കിടന്നപ്പം. രണ്ടാമത് പ്രശ്നം വന്നപ്പോൾ പെറുപിറുത്തു. എങ്കിലും ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർത്തോണേ, അടിസ്ഥാന കാര്യങ്ങൾക്ക് വേണ്ടി പെറുപിറുത്താലും ദൈവം ക്ഷമിക്കും. അത് കുഴപ്പമില്ല.
കർത്താവ് അതിനൊന്നും തക്കതായ ശിക്ഷ ദൈവം ചെയ്തിട്ടില്ല. ദൈവം അവിടെ എല്ലാം സൈലൻ്റായി നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. നിങ്ങൾ വായിച്ചേ പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിച്ചേ. ആ യാത്ര മുമ്പോട്ട് പോവുകയാണ്. അവർ ഏലീമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെട്ട 2-ാം മാസം 15-ാം തീയതി അവരുടെ സംഘമൊക്കെയും ഏലീമിനും സീനായിക്കും മധ്യേയുള്ള സീൻ മരുഭൂമിയിൽ വന്നു. അവര് യാത്ര പിന്നെയും തുടരുക. അവർ എലീമിൽ നിന്ന് പുറപ്പെട്ട് സീൻ മരുഭൂമിയിൽ വന്നു. ആ മരുഭൂമിയുടെ പേരെന്ന് പറഞ്ഞു മക്കളെ, സീൻ മരുഭൂമിയിൽ വന്നു. 3-ാം വാക്യം വായിച്ച. ഇസ്രായേൽ മക്കൾ അവരോട്, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലിരിക്കുകയും തൃപ്തിയാകും വണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത മിസ്രൈം ദേശത്തു വെച്ച് യഹോവയുടെ കയ്യാൽ മരിച്ചിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. നിങ്ങൾ ഈ സംഘത്തെ മുഴുവനും പട്ടിണിയിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നോക്കിയേ, വീണ്ടും ജനത്തിന് പരാതി. ഇപ്പൊ ഇവരുടെ പരാതി ഒരു കോൺക്രീറ്റ് പരാതിയല്ല, ഒരു റിയൽ ആയിട്ടുള്ള പരാതിയല്ല. ഇവർ പറഞ്ഞ പരാതി എന്താ? ഞങ്ങൾ എവിടെ ഇരുന്നെന്നാ പറഞ്ഞേ? മിസ്രൈമിൽ ഇരുന്നപ്പം. അടിസ്ഥാനമില്ലാത്ത പരാതിയാ ഇവരുടെ പരാതി. ഇപ്പൊ അടിസ്ഥാനമില്ല. അവരെന്നാ പറഞ്ഞേ? ഞങ്ങൾ എവിടെ ഇരുന്നു? ഇറച്ചിക്കലങ്ങളുടെ അരികിൽ ഇരുന്നു. ഞങ്ങൾ അവിടെ ഇരുന്നങ്ങ് മരിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഈ മരുഭൂമിയിലേക്ക് നീ എന്തിനാ കൊണ്ടുവന്നേ? അവിടെ ആയിരുന്നെങ്കിൽ ഇറച്ചി കഴിച്ചിട്ടെങ്കിലും മരിക്കാമായിരുന്നു എന്നാ പറഞ്ഞു. പിന്നെ അവിടെ ഇറച്ചി കഴിച്ചേ? പഴയ നിയമത്തിൽ ഞാൻ എടുക്കുന്നില്ല. ഇവർ കൊടുത്തത് എന്നാന്നറിയാവോ? വെള്ളുള്ളി, സവോള, മത്തങ്ങ, അവർക്ക് തിന്നാൻ കൊടുത്ത അതൊക്കെ ഉള്ളൂ. പിന്നെ ചാട്ടയ്ക്കടി, 10 മിനിറ്റ് സമയം ഭക്ഷണം കഴിക്കാൻ കൊടുക്കും. അതിനൊപ്പം കഴിച്ച് എഴുന്നേറ്റോണോ ഇല്ല ചാട്ടയ്ക്കടി. ഇതാണ് അവർക്ക് കിട്ടിയത്. പിന്നെ വല്ലപ്പോഴും ഇച്ചിരി മീൻ കിട്ടുമായിരുന്നു. മീൻ അത് മിസ്രൈമിലെ ഫറവോൻ കൊടുത്തൊന്നുമല്ല. പിന്നെയോ വേലിയിറക്കവും വരുന്ന സമയത്ത് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മീൻ പറക്കും. ഇതൊക്കെയാ തിന്നേ. അപ്പൊ ഇവരുടെ പരാതിക്ക് ഒരു അടിസ്ഥാനമില്ല. ഇവർ പറയുകയാണ് ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അരികിലായിരുന്നേ. 7-ാം വാക്യം വായിച്ച. പ്രഭാതകാലത്ത് നിങ്ങൾ യഹോവയുടെ തേജസ് കാണും. യഹോവയുടെ നേരെയുള്ള നിങ്ങളുടെ പിറുപിറുപ്പ് അവൻ കേട്ടിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ നേരെ പിറുപിറുക്കുവാൻ ഞങ്ങൾ എന്തുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ ഇവര് പിറുപിറുത്ത് ആരുടെ നേരെയാ? സത്യത്തില് മോശയുടെ നേരെയാ. ഇവരെ നടത്താൻ, ഇവരെ വചനം പഠിപ്പിക്കാൻ, ഇവർക്ക് ആത്മീകമായ ദർശനം കൊടുക്കുവാൻ, ഇവർക്ക് സിയോൻ യാത്രയിൽ, ആ കനാലിലേക്കുള്ള യാത്രയിൽ പാത ഒരുക്കുവാൻ, അവരുടെ അകത്തെ മനുഷ്യനെയൊക്കെ ധൈര്യപ്പെടുത്തുവാൻ ദൈവമാക്കി വെച്ച ദൈവദാസനെതിരെയാണ് ഇവര്, മോശയ്ക്കെതിരെയാണ് ഇവര് പിറുപിറുത്തത്. പക്ഷെ ദൈവം ആരെയുടെ നേരെ പിറുപിറുത്തെന്നാ കണക്കിട്ടെ? അതാ മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഈ പിറുപിറുപ്പും മുറുപിറുപ്പും ദേവദാസന്മാർക്കെതിരെ വരുന്ന എല്ലാം ആരുടെ നേരെയാണ് കണക്കിടുന്നത്? അതുകൊണ്ടാണ് ന്യായവിധി പലപ്പോഴും സംഭവിക്കാനായിട്ട് ഇടയാകത്തത്. ഇവര് യഹോവയുടെ നേരെ പിറുപിറുത്തു അല്ലേ? ഓരോരുത്തരും പിറുപിറുത്തു. അവര് കാരണം അവര് പറയുകയാണ്, ഇവർ യഹോവയുടെ നേരെ പിറുപിറുക്കാനുള്ള കാരണം എന്നാ? യഹോവ പറയാ, നിങ്ങൾ എന്റെ നേരെയാ പിറുപിറുത്തെ. ദൈവം മോശ പറഞ്ഞു, യഹോവയോട് പോയി ആവലാതി പറഞ്ഞു, ജനം പിറുപിറുക്കുന്നു, അവർക്ക് മാംസമില്ലെന്ന് പറഞ്ഞു. ഉടനെ യഹോവയായി ദൈവം പറയുകയാണ്, ജനമേ, ഇസ്രായേൽ ജനമേ, നിങ്ങൾ എന്റെ നേരെയാ പിറുപിറുത്തെ. കാരണം എന്നാ? നിങ്ങളെ പുറപ്പെടുവിച്ചത്, നിങ്ങളെ കൊണ്ടുവരുവാനുള്ള മുഴുവൻ പ്ലാനും ദൈവത്തിന്റെയാണ്. മിസ്രൈമിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത് ദൈവമാണ്. നിങ്ങളുടെ ചാർട്ട്, നിങ്ങളുടെ യാത്രാമാപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് ദൈവമാണ്. അപ്പൊ ഇവർ പിറുപിറുത്തപ്പോഴെല്ലാം ആർക്കെതിരെയാ പിറുപിറുത്തെ? ദൈവത്തിനെതിരെയാണ് പിറുപിറുത്തെ. നിങ്ങളുടെ ഏജന്റ് ദൈവമാണ് എന്ന് പറയുകയാണ് അല്ലേ? അതാണ് അതിന്റെ കാരണം. ജനം അവരുടെ യാത്രയെ നിയന്ത്രിക്കുന്നത് ദൈവമാണ് എന്നുള്ള കാര്യം മറന്ന് പിറുപിറുക്കുക. അതിന്റെ 13-ാം വാക്യം വായിച്ചേ. വൈകുന്നേരം കാടകൾ വന്നു പാളയത്തെ മൂടി. 13-ാം വാക്യത്തിൽ പറയാ, വൈകുന്നേരം അവർക്ക് കാടയെ കൊടുത്തു. അവരെന്താ ചോദിച്ചത്? ഇറച്ചി വേണമെന്ന് പറഞ്ഞു. ഇറച്ചി കൊടുത്തു. 20 ലക്ഷം ആളുകൾക്ക് ഇറച്ചി കൊടുക്കണമെങ്കിൽ എത്ര ടൺ ഇറച്ചി വേണം? അത്രയും ഇറച്ചി കാടകൾ. അത് അവിടുത്തെ കൊച്ചുകുട്ടിക്ക് പോലും, നമ്മുടെ ഏവലിനെ പോലുള്ള പൈതലിന് പോലും പിടിക്കത്തക്ക നിലയിൽ അത് 2 മുഴം താഴെ പറന്നു നിന്നു. ഇസ്രായേൽ മക്കൾക്ക് പിടിക്കാൻ പാകത്തിന് പറന്നു നിന്നു. ഇവന്മാര് കൊതി തീരത്തിന്നു. തിന്ന് അവന്മാരതിനെ പപ്പ് പറിച്ച് അതിനെ പടുത വിരിച്ച് അതിൽ ഉണക്കാനിട്ടു. അതുപോലെ അവരുടെ കൊതി തീരെ യഹോവയായ ദൈവം കൊടുത്തു. വൈകുന്നേരം അവർക്ക് കാട ഇറച്ചി കൊടുത്തു. 14-ാം വാക്യത്തിൽ ശ്രദ്ധിക്കൂ. അവർക്ക് പ്രഭാതത്തിൽ എന്ത് കൊടുത്തു? മന്ന കൊടുത്തു. മന്നയുടെ അർത്ഥം എന്നാ?
മന്നയുടെ അർത്ഥം വാട്ട് ഈസ് ഇറ്റ്? അവർ ചോദിച്ചു. അവർക്ക് ഇത് എന്താന്ന് മനസ്സിലാകുന്നില്ല. അവർ അതിനെ നോക്കിയിട്ട് അവർ തമ്മിൽ ചോദിച്ചു, ഇത് എന്താകുന്നു? മന്നയുടെ അർത്ഥം എന്താ? ഇതിന്റെ ഉത്തരവാണ് വാട്ട് ഈസ് ഇറ്റ് എന്നാണ് അതിന്റെ ഉത്തരം. മന്നയുടെ അർത്ഥം അത് വാട്ട് ഈസ് ഇറ്റ്, ഇത് ഇതെന്താകും? മന്ന എന്താകും? അവർക്ക് തിന്നുവാൻ മന്ന കൊടുത്തു. അതിനെക്കുറിച്ച് സങ്കീർത്തനകാരൻ പറയുന്നത് അവർക്ക് ദൂതന്മാരുടെ അപ്പം കൊടുത്തു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തിന് മന്ന പൊഴിച്ചു കൊടുത്തു. വൈകുന്നേരം കാടയിറച്ചി കൊടുത്തു, പ്രഭാതത്തിൽ അവർക്ക് മന്ന സ്വർഗത്തിൽ നിന്ന് ശക്തന്മാരുടെ അപ്പം, ആ മാലാഖമാരുടെ അപ്പം അവർക്ക് തിന്മാനായിട്ട് കൊടുത്തു. അതിന്റെ രുചിയൊക്കെ പറയുന്നുണ്ട്, വേറെ പുസ്തകങ്ങളിലൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയായിരുന്നു? കൊത്താമ്പലരി. എന്തുവായി കൊത്താമ്പലരി? അതിന്റെ രുചിയൊക്കെ തേൻ കൂട്ടിയ ഇത് തേൻ കൂട്ടി ദോശ തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ടോ? മനോഹരമാണെന്നറിയാം. അപ്പൊ ഇതിന്റെ സ്പിരിച്വൽ, ഇതിന്റെ ആത്മീയാർത്ഥം, ഇതിന്റെ അർത്ഥം എവിടെയാ കിടക്കുന്നത്? ഈ വാട്ട് ഈസ് ഇറ്റ്? ഇവര് ചോദിച്ചു, മന്നയ്ക്ക് എന്താ പേര്? അർത്ഥം ഇത് മന്നയുടെ അർത്ഥം ഒരിക്കലും മറക്കരുത്. മന്ന എന്ന വാക്കിന്റെ അർത്ഥം, സ്വർഗത്തിൽ നിന്ന് വേണം അപ്പത്തിന്റെ അർത്ഥം, അതിന്റെ പേരെന്താ? വാട്ട് ഈസ് ഇറ്റ്? ഇത് എന്താകുന്നു എന്നാകുന്നു അതിന്റെ അർത്ഥം. അത് മറന്നുപോലെ, ഇത് എന്താകുന്നു? വാട്ട് ഈസ് ഇറ്റ്? അവരതാ ചോദിച്ചേ. മന്ന എന്ന് പറഞ്ഞാൽ ഇതെന്താകുന്നു. ഇതിനുള്ള ഉത്തരം യോഹന്നാന്റെ സുവിശേഷത്തിലാണ് കിടക്കുന്നത്. ഇവർ ചോദിച്ചില്ലേ വാട്ട് ഈസ് ഇറ്റ്? അതിനുള്ള മീനിങ് ആണ്, അത് യേശുവാ പറയുന്നത്. ഇതിന്റെ ഉത്തരം യോഹന്നാൻ എഴുതിയ സുവിശേഷം 6 അധ്യായം 31 മുതൽ 35 വരെ. നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, അവർക്ക് തിന്നുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവരോട്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്. ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു ലോകത്തിന് ജീവൻ കൊടുക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, കർത്താവേ, ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരേണമേ എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. ആമേൻ. യേശുവിന്റെ ചുറ്റും കൂടി നിന്ന യഹൂദന്മാര് അവർ പുകഴ്ചയായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് മരുഭൂമിയിൽ ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് മരുഭൂമിയിൽ ഞങ്ങളുടെ പിതാക്കന്മാർ യാത്ര ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് മന്ന സ്വർഗത്തിൽ നിന്ന് പൊഴിപ്പിച്ചു തന്നു, നീ ഒരു അടയാളം കാണിച്ചേ എന്ന് യേശുവിനെ ചലഞ്ച് ചെയ്ത സമയത്ത് യേശു അവരോട് പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങൾക്ക് ആ സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത് മോശയല്ല, അത് എൻ്റെ പിതാവത്രേ. എന്നാൽ നിങ്ങൾക്ക് സാക്ഷാലുള്ള അപ്പം ആരാന്നറിയാമോ? ഞാനാകുന്നു ലോകത്തിന്റെ അപ്പം, അത് തരുന്നത് സ്വർഗത്തിലെ പിതാവാകുന്നു എന്ന് പറയുകയാണ്. അപ്പം ആരാണ് സാക്ഷാൽ ജീവനുള്ള അപ്പം? യേശുവാണ് ജീവനുള്ള അപ്പം. മനസ്സിലായോ? പഴയ നിയമത്തിലെ പുറപ്പാടിലെയും പുതിയ നിയമത്തിലെ കണക്ഷൻ മനസ്സിലായോ? ആ മന്നയപ്പം എന്തിനാ സൂചിപ്പിച്ചേ? ആമേൻ. യേശു പറയാ, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു, അല്ലെ? എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. യേശുവാണ് ആ മന്ന എന്ന് പറയുക, അല്ലെ? എത്ര മനോഹരമാ! പുറപ്പാട് 16:16 വായിച്ചേ. ഓരോരുത്തന് ഭക്ഷിക്കുന്നിടത്തോളം പെറുക്കിക്കൊള്ളുവിൻ, താന്താന്റെ കൂടാരത്തിലുള്ളവരുടെ എണ്ണത്തിനൊത്തവണ്ണം ആളൊന്നിന് ഇടങ്ങഴി വീതം എടുത്തുകൊള്ളണം എന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും ആവശ്യമുള്ളത് പറിക്കിയാൽ മതി, അന്നത്തേന് വേണ്ടത് പറിക്കിയാൽ മതി. അപ്പൊ അത് കേൾക്കാതെ ചിലരെന്ത് ചെയ്തു? കൂടുതൽ പറക്കി, കുറെ ആളുകൾ അനുസരിച്ചു, അവന് വേണ്ടത് മാത്രമേ പറിക്കുള്ളൂ. ലാസ്റ്റ് വാഴിക്കകത്ത് നോക്കിയപ്പോൾ കൂടുതൽ പറിക്കുവാനും കുറച്ച് പറിക്കുവാനും ഒരുപോലെ ഇരുന്നു. എന്ന് പറഞ്ഞാൽ നിനക്ക് ഇത് ഡെയിലി ബ്രെഡാ. ഈ മന്ന ആരാന്നാ പറഞ്ഞേ? ഈ മന്ന ആരാ? യേശുവാ. അത് നീ ഓരോ പ്രഭാതത്തിലും നീ പറക്കണം. ഡെയിലി ബ്രെഡാണ് കർത്താവ്. കർത്താവ് പറഞ്ഞു, ഞാനാകുന്നു ജീവനുള്ള അപ്പം, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും എന്ന് പറഞ്ഞാൽ ഡെയിലി ബ്രെഡാ. നീ നാളെ തന്നെ പിറക്കണ്ട, നാളെ തന്നെ പിറക്കിയാൽ മതി. ഇന്ന് നീ രാവിലെ ഇന്നത്തെ പിറക്കണം, നാളെ നീ നാളത്തെ പിറക്കണം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നീ ഈ മന്ന ഭക്ഷിക്കുവാൻ ഈ മന്നയുടെ അടുക്കൽ പോയിരിക്കണം. എല്ലാ ദിവസവും ക്രിസ്തുവിന്റെ അടുക്കൽ പോയിരിക്കണം. അത് ഡെയിലി ബ്രെഡാ. ഓരോ ദിവസവും നീ കർത്താവിന്റെ പാദത്തിൽ പോയിരിക്കണം. അതുകൊണ്ടാ നാളെ തന്നെ പിറക്കണ്ടെന്ന് പറഞ്ഞു. നാളെ തന്നെ പിറക്കിയാൽ നാളത്തേനുള്ളത് ഇന്ന് പിറക്കി വെച്ചാൽ നാളെ പോയിരിക്കുവോ? പോയിരിക്കുകയല്ല. ഇത് ഡെയിലി ബ്രെഡാ. ഓരോ ദിവസവും നീ ക്രിസ്തുവിന്റെ അടുക്കിരിക്കണം. ഓരോ പ്രഭാതത്തിലും പറക്കണം. ഓരോ പ്രഭാതത്തിലും നീ യേശുവിന്റെ അടുക്കൽ പോയിരുന്ന് മന്ന പെറുക്കണം, മന്ന ഭക്ഷിക്കണം. സ്വർഗത്തിൽ നിന്ന് പൊഴിച്ചു തരുന്ന സ്വർഗീയ മന്ന നീ ഭക്ഷിക്കണം.
എന്തിനാണ് ഭക്ഷിക്കുന്നറിയാവോ? ഈ ലോകമരു യാത്രയിൽ നിനക്ക് നടക്കാനുള്ള ശക്തി വേണമെങ്കിൽ, നീ തളർന്നു പോകാതിരിക്കണമെങ്കിൽ, വിശ്വാസ ജീവിതത്തിൽ നിന്ന് നീ പുറകോട്ട് പോകാതിരിക്കണമെങ്കിൽ, വിശ്വാസ ജീവിതത്തിൽ നീ മടുത്തു പോകാതിരിക്കണമെങ്കിൽ, നിന്റെ മുഴങ്കാല് കുഴഞ്ഞു പോകാതിരിക്കണമെങ്കിൽ, നീ ഓരോ ദിവസവും ഡെയിലി ബ്രെഡ് കഴിക്കണം. ദിവസവും പോയി മന്ന ഭക്ഷിക്കണം. എല്ലാ പ്രഭാതത്തിലും ഭക്ഷിക്കണം. രണ്ടാമത്തെ കാര്യം, അതിന്റെ 29 വാക്യം വായിച്ചേ. നോക്കുവിൻ, യഹോവ നിങ്ങൾക്ക് ശബ്ബത്ത് തന്നിരിക്കുന്നു. അതുകൊണ്ട് 6-ാം ദിവസം അവൻ നിങ്ങൾക്ക് 2 ദിവസത്തേക്കുള്ള ആഹാരം തരുന്നു. നിങ്ങൾ താന്താങ്ങളുടെ സ്ഥലത്ത് ഇരിപ്പിൻ. 7-ാം ദിവസം ആരും തന്റെ സ്ഥലത്തു നിന്ന് പുറപ്പെടരുത് എന്ന് കൽപ്പിച്ചു. അപ്പൊ 6-ാം ദിവസം എന്തോരം പിറക്കിക്കോളാൻ പറഞ്ഞു? 2 ദിവസത്തെ പിറക്കിക്കോളാൻ പറഞ്ഞു. അപ്പം ഇത് കേൾക്കാതെ ഇടദിവസവും പിറക്കി. ഇടദിവസം പിറക്കിയമാരുടെ എല്ലാം എന്ത് സംഭവിച്ചു? ഞാൻ വായിച്ചില്ല, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അതെല്ലാം ക്രമിച്ചു പോയി. അപ്പം 6-ാം ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? പിറ്റേന്നാളത്തേക്ക് കൂടെ ഉള്ളത് പിറക്കിക്കോളാൻ പറഞ്ഞു. അത് ദൈവം ഫ്രീസ് ചെയ്ത് വെച്ചു. അത് ക്രമിച്ചു പോയില്ല. കാരണം എന്നാ? 7-ാം ദിവസം, പിറ്റേ ദിവസം എന്താ? ശബത്ത. അന്ന് ദൈവത്തോടു കൂടി ഇരിക്കണം. അന്ന് നീ പിറക്കാൻ പോകരുത്. നിനക്ക് മന്ന കിട്ടില്ല. നിനക്ക് ദൈവം 6 ദിവസവും പിറക്കാൻ അനുവദിച്ച് 7-ാം ദിവസം നീ അതിനു വേണ്ടി വേർതിരിച്ചു വെക്കണം. അതിന് വില കൊടുക്കണം. അതിനു വേണ്ടി ത്യാഗവും ചെയ്യണം. നിന്റെ ജോലിയിൽ അതിന് മാറ്റിമറിക്കൽ ഉണ്ടാക്കണം. എന്താ കാരണം എന്നറിയാമോ? നീ 7-ാം ദിവസം എന്ത് ചെയ്യരുത്? പിറക്കാനായിട്ട് ഇപ്പോൾ മിച്ചം വെക്കാൻ പറ്റിയല്ല. അങ്ങനെയൊന്നും മിച്ചം വെക്കാൻ പറ്റില്ല. 7-ാം ദിവസം ആരുടെ കൂടെ ഇരിക്കണം? നമ്മുടെ കർത്താവിന്റെ ദിവസമാണ് 7-ാം ദിവസം. ശബത്ത് നമുക്ക് 1-ാം ദിവസമാണ് അല്ലേ? അവരുടെ യഹൂദന്റെ 7-ാം ദിവസം നമുക്ക് 1-ാം ദിവസം. അതാർക്കുള്ള ദിവസമാണ്? ദൈവത്തിന്റെ ദിവസം അല്ലേ? എത്ര മനോഹരമാണെന്നറിയാമോ ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവ്. 3-ാമത്തെ കാര്യമാണ് അതിന്റെ 30-ാം വാക്യം വായിച്ച് 32 വായിച്ച്. പിന്നെ മോശ, യഹോവ കൽപ്പിക്കുന്ന കാര്യം ആവിത്: ഞാൻ നിങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മരുഭൂമിയിൽ ഭക്ഷിപ്പാൻ തന്ന ആഹാരം നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിന് സൂക്ഷിച്ചു വെപ്പാൻ അതിൽ നിന്ന് ഒരിടങ്ങഴി നിറച്ചെടുക്കണം എന്ന് പറഞ്ഞു. ദൈവം മോശയോട് പറയുക, നീ ഒരു കാര്യം കൂടി ചെയ്യണം. പക്ഷേ വിളിച്ചു, നീ ആ മന്നയിൽ നിന്ന് ഒരിടങ്ങഴി എടുക്കണം. എടുത്തിട്ട് നീ അതെന്ത് ചെയ്യണം? സൂക്ഷിച്ചു വെക്കണം. എന്തിനാണെന്നറിയാവോ? നിന്റെ വരുംകാല തലമുറ കാണുവാൻ, നിന്റെ വരുംകാല തലമുറയുടെ ഓർമ്മയ്ക്കായിട്ട്, അതിന്റെ ഓർമ്മയ്ക്കായിട്ട് നീ അത് സൂക്ഷിച്ചു വയ്ക്കണം. എന്തിനാ? വരുംകാല തലമുറ കാണണം. ദൈവം ഞങ്ങളെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചത് അത് അവരോട് പറയുവാനുള്ള നിമിത്തമാണ്. അത് ഓർമ്മയ്ക്കായിട്ട് വെക്കണം. നിന്നെ ചെങ്കടൽ കടത്തി പിശാചിന്റെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിച്ച ഇക്കരെ കയറ്റിയത്, നിനക്ക് വേണ്ടി ദൈവം കുഞ്ഞാടിനെ അറുത്തത്, പെസഹ കുഞ്ഞാടിനെ നിന്നേക്ക് വേണ്ടി അറുത്ത് അതിന്റെ രക്തത്താൽ നിന്നെ രക്ഷിച്ച കാര്യം അറിയുവാൻ, അതിന്റെ ഓർമ്മയ്ക്കായിട്ട് നീ എന്ത് ചെയ്യണം? അത് സൂക്ഷിച്ച് വയ്ക്കണം. എൻ്റെ ഓർമ്മ, വരുംകാല തലമുറയ്ക്കുള്ള ഓർമ്മയാണ്. ഞാൻ ആ പീഠത്തെ കൈകൊണ്ടി അവിടെ ഇരിക്കുന്ന കണ്ടോ? നമ്മുടെ നടുവിൽ വെക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, കർത്താവിൻ്റെ മേശ. കർത്താവിൻ്റെ മേശ നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? പഴയ നിയമം പുതിയ നിയമം പൊരുൾ മനസ്സിലാവുന്നുണ്ടോ? കർത്താവിൻ്റെ മേശ. ഇതെൻ്റെ ഓർമ്മയ്ക്കായി വരും കാലത്ത്. എന്താ അത് വിളിച്ചു പറയുന്ന? കർത്താവിന്റെ മേശ വിളിച്ചു പറയുക, ആ മന്ന വിളിച്ചു പറയുക, ആ ഒരിടങ്ങഴി മന്ന. പിന്നീട് മോശ അതെടുത്ത് പെട്ടകത്തിൽ വെച്ചു. ആ പെട്ടകം കൊണ്ട് കൃപാസനത്തിൽ വെച്ചു. അതിന്റെ ഓർമ്മയ്ക്കായി. നിന്റെ വരുംകാല തലമുറയോട് ഈ ചരിത്രം പറയും. ഞങ്ങളുടെ പിതാക്കന്മാരെ, ഞങ്ങളെ മിസ്രയീമിൽ ഫറവോന്റെ അടിമത്തിൽ നിന്ന് വിടുവിച്ചു കർത്താവ്. ഞങ്ങൾക്ക് വേണ്ടി ഒരു പെസഹ കുഞ്ഞാടിനെ കർത്താവ് യാഗമായി അർപ്പിച്ചു. ഞങ്ങൾക്ക് വേണ്ടി ആ ചെങ്കടൽ തുറന്നു. ഞങ്ങൾക്ക് വേണ്ടി മരുഭൂമിയിൽ മന്ന പൊഴിച്ചു. ഞങ്ങൾക്ക് വേണ്ടി കാടഭക്ഷ്യ കൊണ്ടെത്തന്നു. വരുംകാല തലമുറയ്ക്ക്. 35 വായിച്ചേ. 35. കുടിപ്പാർപ്പുള്ള ദേശത്തെത്തുവോളം ഇസ്രായേൽ മക്കൾ 40 സംവത്സരം മന്ന ഭക്ഷിച്ചു. കുടിപ്പാർപ്പുള്ള പ്രദേശം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കള് അവർ മരുഭൂമിയുടെ യാത്ര ചെയ്ത് ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത ഒരു ദേശമുണ്ട്. ആ ദേശത്തിന്റെ പേരാണ് കനാൻ ദേശം. കുടിപ്പാർപ്പ്, അവിടെയാണ് കുടിപ്പാർപ്പുള്ള ദേശം. അപ്പൊ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങൾ കനാൻ ദേശത്ത് എത്തും വരെ എന്ത് സംഭവിച്ചു? മന്ന കൊടുത്തു. എത്ര വർഷം? 40 വർഷം. 40 വർഷം മരുഭൂമിയിൽ ഈ ജനത്തെ 40 ആണ്ട് മന്ന കൊടുത്തു. അവർ വിതച്ചില്ല, അവർ കൊയ്തില്ല. അതാത് ദിവസവും ഡെയിലി ബ്രെഡ് സ്വർഗത്തിൽ നിന്ന് അവർക്ക് വേണ്ട മന്ന പൊഴിച്ച് അവർക്ക് കൊടുത്തു. എവിടെ എത്തും വരെയും? കനാനിൽ എന്ന് ചെന്ന് കാലുകുത്തി കയറിയോ, കനാനിലേക്ക് കയറിയ അന്ന് മന്ന നിന്നുപോയി.
കർത്താവ് പറഞ്ഞു, ഞാൻ വരുവോളും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ഞാൻ വരുവോളും എന്ന് പറഞ്ഞാൽ കർത്താവ് വരുമ്പോ എന്താ സംഭവിക്കുന്നത്? രക്ഷിക്കപ്പെട്ട നമ്മളെ, ദൈവജനമേ, രക്ഷിക്കപ്പെട്ട തന്റെ മക്കളെ കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. അന്ന് നാം കർത്താവിന്റെ സിയോനോട് ചേരും. അന്നു വരെ അതാ കർത്താവ് പറഞ്ഞു, ഞാൻ വരുവോളും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യും. മനസ്സിലാവുന്നോ? പഴയ നിയമം പുതിയ നിയമമുള്ള കണക്ഷൻ മനസ്സിലായല്ലോ അല്ലേ? പുറപ്പാട് 12:1 വായിച്ചേ. അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘമെല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ രഫീദീമിൽ എത്തി പാളയമിറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. വീണ്ടും പ്രശ്നം. അവരവിടുന്ന് യാത്ര തുടരുക. അനന്തരം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രയാണം അവർ വീണ്ടും തുടരുക. അവര് സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് അവർ രഫേദോമിലെത്തി അവിടെ പാളയം അടിച്ചു. അവിടുത്തെ പ്രശ്നം എന്നാ? രഫേദോമിൽ ഇപ്പൊ എന്തില്ല? അവിടെ അവർക്ക് കുടിപ്പാൻ വെള്ളമില്ല. ഇവന്മാര് എപ്പോഴും കലഹക്കാരന്മാരെ, ഇവന്മാരെ നടത്താനായിട്ട് ഇവന്മാരുടെ അടുക്കലേക്ക് ആരെ അയച്ചിട്ടുണ്ടോ അവന്മാരുടെ എല്ലാം ഒരു കല്ലെറിയും. ഇവര് കല്ലെറിയാത്തവർ ഒറ്റ നേതൃത്വം ഉണ്ടോ? നിങ്ങളൊന്ന് പറയാമോ? ഒരാളെ ഒന്ന് പറയാമോ? പുറകോട്ട് നോക്കിയിട്ട് ഈ ഇസ്രായേൽ മക്കൾ കല്ലെറിയാത്ത ഒരൊറ്റ നേതൃത്വത്തെ നിങ്ങൾക്കൊന്ന് കാണിക്കാമോ? ഇവർക്ക് കിട്ടിയ ഒരു ശാപമാണ്. ഇവര് സകല നേതൃത്വത്തെ ഇവര് കല്ലെറിയും. അതാ ഇവരുടെ രീതി. അതാ ഇപ്പൊ യേശുവിനെ കല്ലെറിയുക, മോശയായിരുന്നു ഞങ്ങളുടെ പിതാവ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇവിടെ എന്ത് ചെയ്തു? ഇവർ പിന്നെയും കലഹിച്ചു. ഇവർക്ക് എന്താണ് ഇവിടെ പ്രശ്നം? കുടിപ്പാൻ ഇവർക്ക് വെള്ളമില്ല. ഇവർ കലഹിച്ചു എന്നുള്ളതാണ്. അവർ കലഹിച്ചു. ഈ കർത്താവ് അടുക്കൽ ചെന്ന് മോശ പറഞ്ഞു, കർത്താവെ, ജനം പിന്നെയും ഞങ്ങളെ കല്ലെറിയാൻ തുടങ്ങുക എന്ന് പറഞ്ഞു. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവ് പറഞ്ഞു, മോശേ, നീ ഭയപ്പെടേണ്ട. എന്നിട്ട് പറഞ്ഞു, നീ ഹോറോബിലോട്ട് വാ, സഭയിലെ മൂപ്പന്മാരെല്ലാം വിളിച്ച് നീ ആ പണ്ട് കടലിനെ അടിച്ച വടിയില്ലേ ഉണ്ടല്ലോ, ആ വടി എടുത്തോളാൻ പറഞ്ഞു. വടി, അതിന്റെ പുറകിലെ കാര്യം വെട്ടി പറയാം. വടി എടുത്തോളാൻ പറഞ്ഞു. വടി എടുത്തോളൂ, നീ അവരെയും കൂട്ടി ഹോറോബിലേക്ക് വരാൻ പറഞ്ഞു. എന്നിട്ട് കർത്താവ് എന്ത് പറഞ്ഞു? ഞാന് ആ പാറയുടെ, ദൈവം പറയുകയാണ്, ഞാൻ ആ പാറയുടെ മുകളിൽ നിൽക്കും. നീ എന്ത് ചെയ്യണം? നീ പാറയെ അടിക്കണം. അല്ലെ? മോശ പറഞ്ഞതുപോലെ, ദൈവം പറഞ്ഞതുപോലെ മോശ ചെയ്തു. എന്ത് സംഭവിച്ചു? ആ പാറയിൽ നിന്ന് ചെറിയൊരു നീർച്ചാല്, ചെറിയൊരു പനപ്പ്, ചെറിയൊരു ഉറവച്ചാൽ ഇങ്ങനെ ഒലിച്ചു വന്നു. 20 ലക്ഷം പേരും അവരുടെ മൃഗങ്ങളും അതിൽ നിന്ന് കുടിച്ചു. എന്നല്ല, പിന്നെയോ ആ പാറയടിച്ചപ്പോൾ ഒരു മഹാനദി അവിടെ നിന്ന് പുറപ്പെട്ടു. ആ മഹാനദിയിൽ നിന്നാണ് 20 ലക്ഷം ആളുകളും അവർ കുടിക്കുകയും കുളിക്കുകയും ശേഖരിക്കുകയും ചെയ്തു. അവരുടെ മൃഗങ്ങൾക്കും കൊടുത്തു. എത്ര മാത്രം ലിറ്റർ വെള്ളം ആ പാറയിൽ നിന്ന് പുറപ്പെടണം? നിങ്ങൾ ഓർത്തു പോയിക്കേ. ചെറിയ നീർച്ചാല് വന്ന ഓരോരുത്തൻ ക്യൂ നിന്ന് കുടിക്കുകയല്ലായിരുന്നു, ഇങ്ങനെ കൈക്കത്ത് കോരി, അല്ലേ? മഹാനദി പുറപ്പെട്ടു. ഈ പാറ ഏതായിരുന്നു? 1 കൊരിന്ത്യർ 10:4 എടുത്തേ. അവിടെ പറയുകയാണ്, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. പൗലോസ് അതിന്റെ ഡെഫിനിഷൻ പറയുകയാണ്. എന്താണ് ആ പാറ? ക്രിസ്തു ആയിരുന്നു. എന്താണ്? 20 ലക്ഷം പേർ അന്ന് കുടിച്ച ആ വെള്ളമുണ്ടല്ലോ, ആ പൊട്ടിപ്പുറപ്പെട്ട വെള്ളം, ആ പാറ ക്രിസ്തു ആയിരുന്നു എന്ന് പറയുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇതിന്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാമോ? ഇതിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യം കൂടെ വായിച്ചേ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറയുകയാണ്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കലോട്ട് വാ, എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറഞ്ഞേ? എന്താണ്? ഏത് ദിവസമാ? ഉത്സവത്തിന്റെ
മഹാദിനമായ ഒടുക്ക. ഈ ഉത്സവം എന്ന് പറഞ്ഞാൽ കൂടാരത്തിരുന്നാൾ. എന്താണ് ഈ കൂടാരത്തിരുന്നാൾ? ഈ കൂടാരത്തിരുന്നാൾ എന്ന് പറഞ്ഞാൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തെ, ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ കൊണ്ടുവന്നപ്പോൾ ഈ ഹേരോബ് എന്ന് പറയുന്ന ആറയുടെ അടുക്കൽ വന്ന് അവർ കൂടാരമടിച്ച് താമസിച്ചു. ആ കൂടാരമടിച്ച് താമസിച്ചതായ സമയത്ത് അവർക്ക് ദാഹം വന്ന് വെള്ളമില്ലാതെ വന്നപ്പോൾ ദൈവം അവർക്ക് പാറയെ അടിച്ച് അവർ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു കൊടുത്തതിന്റെ തിരുനാൾ ഓർമ്മയാണ് ഈ ഉത്സവം, ഈ കൂടാരത്തിരുന്നാൾ. ഈ ഉത്സവത്തിന്റെ അന്ന് യേശു അവിടെ നിൽക്കുകയാണ്. 33 വയസ്സുള്ള യേശു അവിടെ നിൽക്കുക. ആ മരുഭൂമിയിലൂടെ പഴയ നിയമപിതാക്കന്മാരെ കൊണ്ടുവന്നതിന്റെ ഓർമ്മ ആ ദേവാലയത്തിൽ, യെരുശലേം ദേവാലയത്തിൽ അതിന്റെ തിരുനാളായിട്ട് കൂടാര തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. അന്ന് അവരുടെ ആഘോഷത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അന്ന് അതിനടുത്തൊരു കുളമുണ്ട്, ശിലോഹം കുളം. ആ കുളത്തിൽ നിന്ന് പുരോഹിതന്മാർ പോയിട്ട് ആയിരക്കണക്കിന് കുടം വെള്ളം ആ കുടത്തിൽ നിന്ന് കോരിയെടുത്തുകൊണ്ട് വന്ന് ആ ബലിപീഠത്തിൽ ഒഴിക്കും. അത് നീരാഞ്ജനമായി അർപ്പിക്കും. എന്ന് പറഞ്ഞാൽ അവരെ മരുഭൂമിയിൽ ദൈവം വെള്ളമില്ലാത്തടുത്ത് പാറയെ അടിച്ച് വെള്ളം കൊടുത്തതിന്റെ ഓർമ്മയാണ് തിരുനാൾ. അങ്ങനെ ആ മരുഭൂമിയിൽ നടത്തിയതിന്റെ ഓർമ്മയായി അവരിത് തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഈ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ വന്ന് നിൽക്കുമ്പോൾ യേശു അവിടെ നിന്ന് മാറി ഇച്ചിരി ഉയരമുള്ള ഒരു പീഠത്തിലോട്ട് കയറി നിന്നു. യേശു അവിടെ നിന്നിട്ട് പറയുകയാണ്, ലിസൺ മീ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കൂ. എന്നിട്ട് പറയുകയാണ്, ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് യേശു പറഞ്ഞു. അതാണ് ഇതിന്റെ പശ്ചാത്തലം. അതായത് മനുഷ്യന്റെ ദാഹം തീർത്ത, ആ ആത്മീയ ദാഹം തീർത്ത ആ പാറ, അടികൊണ്ട പാറയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യേശു പറയാ, ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറയുകയാണ്. എന്താണ് കർത്താവ് ആരെ കുറിച്ചാ പറഞ്ഞേ? എന്തിനെ കുറിച്ചാ പറഞ്ഞ കർത്താവ്? വേദപുസ്തകം വായിച്ചോ? 7-ാം അധ്യായത്തിൽ 37 മൊത്തം വായിച്ചപ്പോ എന്താ പറഞ്ഞേ? തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അന്ന് അടികൊണ്ട പാറയിൽ നിന്ന് പുറത്തു വന്നത് എന്താ? അന്ന് ഇസ്രായേൽ ജനം കുടിച്ചത് എന്താ? അതാണ് നിഴല്. അതിന്റെ പൊരുളാണ് നമുക്ക് ലഭിച്ചത്. എന്താണ്? ക്രിസ്തു, പരിശുദ്ധാത്മാവ്. ഈ പാറ അടികൊണ്ടു. നിങ്ങൾ നോക്കണേ, ഈ പാറ എവിടെ അടികൊണ്ടേ? കാൽവരിയിലെ ക്രൂശിൽ ക്രിസ്തു ആ പാറ. അത് 1 കൊരിന്ത്യർ നമ്മൾ 10:4 വായിച്ചെടുത്ത് നിങ്ങൾ വായിച്ചോ? എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു. ആ പാറ ക്രിസ്തു, അടികൊണ്ട പാറ. ക്രിസ്തു കാൽവരിയിൽ അടികൊണ്ടു. ക്രിസ്തു കാൽവരിയിൽ വെച്ച് തകർക്കപ്പെട്ടു. പിലാത്തോസിന്റെ കൽത്തളത്തിൽ വെച്ച് യേശു അടികൊണ്ടു. യേശു കാൽവരിയിൽ തകർക്കപ്പെട്ടു. കണ്ടുനിന്ന പടയാളി ക്രൂശിൽ കിടന്ന യേശുവിന്റെ മാറിൽ കുന്തം കൊണ്ട് കുത്തി. അവൻ കുന്തമൂരിയപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുക, അവിടെ നിന്ന് രക്തവും വെള്ളവും. അത് നമുക്ക് ആ പരിശുദ്ധാത്മാവിനെ ദൈവം തന്നത്. ഏത് പരിശുദ്ധാത്മാവിനെ ലഭിക്കണോ അതിനു മുമ്പ് ഒരു കാൽവരിയുണ്ട്. നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.